ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ പ്രകൃതിയിലെ സ്വർണ്ണദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയാവോ? അറിയാവുന്നവർ കാണും, അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ, നോക്കിക്കോ. അപ്പം സ്ക്രീനിലുള്ളത് മാമനും കുറച്ച് തേനീച്ചകളും ആട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്നായിരിക്കും അല്ലേ. നമ്മുടെ വീടിനടുത്ത് ഒരു ഈടിയൽ പാലയുടെ ഇടയ്ക്ക് ഒരു തേനീച്ചക്കൂട് കണ്ടു. അപ്പം എന്തായാലും തേനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. മാമൻ ഇതിനകത്തൊക്കെ നല്ല എക്സ്പേർട്ടാട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് നോക്കാം എന്താ സംഭവം എന്ന്. ഇതാണ് ഹണി വിത്ത് ഹണി കോമ്പ്. അതായത് തേനീച്ചയുണ്ട്, തേനുണ്ട്, ഇതിൻ്റെ തേന് അട. ഇതിനകത്താണ് നമ്മൾ തേൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് തേനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് തേൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഹണി കോമ്പ് ഉണ്ടല്ലോ, തേനട, അതിനകത്തുനിന്ന് നല്ലതും ചീത്തയും കാണും. നല്ലതും ചീത്തയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തേനീച്ചയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന്. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, ലാസ്റ്റ് ബി, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം ഇതിനകത്ത് തേനീച്ചകൾ തേൻ കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ തേൻ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം ഫില്ലായി കഴിയുമ്പം അത് തന്നെ ഒരു ലിക്വിഡ് വെച്ചിട്ട് അത് കവർ ചെയ്യും. പിന്നുള്ളത് ചിലതിനകത്ത് എഗ്ഗ് ആയിരിക്കും, ലാർവ ആയിരിക്കാം, ചിലത് പ്യൂപ്പ ആയിരിക്കും. അങ്ങനെയുള്ളതിനകത്തൊന്നും തേൻ കാണാൻ വഴിയില്ല. അതാണ് നമ്മൾ തേനുള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയായിട്ടൊക്കെ മാറ്റിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് തേനുള്ളത് എടുത്ത് വെക്കുന്നത്. കണ്ടോ നിറച്ച് തേനീച്ച നമ്മുടെ കൂടി വന്നതാണ്. തേനീച്ചയും കുത്തുകൊള്ളുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല. പക്ഷെ മാമന് കിട്ടി കേട്ടോ. എടുത്തപ്പം 1-2 കുത്തൊക്കെ കിട്ടി. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അടുത്തതും കിട്ടി. ഇപ്പം കൊത്തിയിട്ടുണ്ടാവുക പെൺ തേനീച്ചയായിരിക്കും. കണ്ടോ അതിൻ്റെ ആര് കണ്ടോ, കൊമ്പ്, അതെന്തായാലും ചത്തിട്ടും ഉണ്ടാകും. അതിൻ്റെ സൈക്കിൾ അങ്ങനെയാണ്. തേനീച്ചകൾ കുത്തുക, അതപ്പം തന്നെ ചാവുകയും ചെയ്യും. ഇതിനുള്ളിലൊക്കെ തേനുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഭാഗത്ത് എഗ്ഗ്, പ്യൂപ്പയോ അങ്ങനെ എന്തോ പുഴുവോ ഒക്കെ ആയിരിക്കാം. ബാക്കിയുള്ള പോർഷനിൽ തേനും കാണാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ഭാഗമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. അങ്ങനെയാണ് തേനെടുക്കുന്നത്. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെ, നമ്മളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു മലയോര വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ കാട്ടിലോ ഒക്കെ ആയിട്ട് കിട്ടാറൊക്കെയുണ്ട്. ഈ സമയം എന്ന് പറഞ്ഞാലും തേൻ കിട്ടുന്ന സമയമാണ് ഈ മെയ് മാസം എന്നൊക്കെ പറയുന്നത്. അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റാണ് കേട്ടോ. ഈ മഴയാകുമ്പം ഇത് എവിടെ നിന്നാണെന്ന് വിചാരിക്കേണ്ട, ഇത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ തേനീച്ചകൾ ഇതിൻ്റെ കാര്യമൊക്കെ അറിയാവുന്നവർ കൂടുതലും കാണും. പിന്നെ ഞാൻ ഈ ഘോരം പ്രസംഗിക്കേണ്ട കാര്യമില്ല, എന്തായാലും അറിയാത്തവർ കാണുമല്ലോ, അവർക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലതും ചീത്തയായിട്ടൊക്കെ ഉള്ളത് മാറ്റിയൊക്കെ വെച്ചത്. ഇത് കണ്ടോ, ഇത് പുതിയ അടയാണ്, ന്യൂ ആയിരിക്കും. അതായത് ഇതിൻ്റെ കളർ കണ്ടോ, നല്ല വെള്ള കളറല്ലേ. ബാക്കിയൊക്കെ ഒരു ബ്രൗൺ കളറില്ല. അതെന്നൊക്കെ പറയുമ്പോൾ പഴയ അടയായിരിക്കും, കുറേ ആയിട്ടുണ്ടാവും. ഇതിനകത്ത് തേൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതിനകത്ത് അതുകൊണ്ട് തന്നെ എഗ്ഗോ ലാർവയോ അങ്ങനത്തെ സാധനമൊന്നും കാണത്തൊന്നുമില്ല. അതിനകത്ത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളതിനകത്തൊക്കെ തേൻ പഴുക്കുമ്പോൾ അതിൻ്റെ കളറ് ചേഞ്ചായിട്ട് വരും. എന്തായാലും ഞാനും മാമനും കൂടെ ഇത് കുറച്ച് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചു, നല്ലതും ചീത്തയായിട്ടൊക്കെ ഉള്ളത്. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് തേൻ മാറ്റുന്നതെന്നറിയാമോ? നമ്മളിത് ഇപ്പോൾ ഈ തേനടയില്ലേ, ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിഴിയും, കൈ കൊണ്ട് പിഴിയുമ്പോൾ കണ്ടോ ആ വീഴുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രകൃതിയിലെ സ്വർണ്ണദ്രാവകം തേൻ. അതിൻ്റെ ആൻസർ തേനാട്ടോ. നല്ല സ്വർണ്ണ കളറല്ലേ. തേൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ട് ഇല്ലല്ലോ. ഇത് വൻതേനാട്ടോ, വൻതേനീച്ചയാണ്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ചെറിയ ഈച്ചയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ഇത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് തേനീച്ച കൂട് കാണുന്നതും തേനെടുക്കുന്നതും ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ്. ഈ തേനട കഴിക്കാൻ നല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ തേൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് കുടിക്കത്തില്ലേ, മറ്റേത് നമ്മൾ വായിലിട്ട് ചവച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു വേസ്റ്റ്, ഈ കാണുന്ന കൂട്ടൊരു വേസ്റ്റ് വരും, അത് തുപ്പിക്കളയാം. അങ്ങനെയും സംഭവമുണ്ട്. അതും ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ തേൻ്റെ അടയൊക്കെ പിഴിഞ്ഞതാ ഇത്രയും കിട്ടി. കുറച്ച് തേൻ കിട്ടി. കുറച്ചായാലും എന്താ, തേൻ കിട്ടിയാൽ പുളിക്കുമോ? ഇല്ലല്ലോ, മധുരിക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് അരിച്ചെടുക്കണം. ഇതിൻ്റെ ആ എക്കലൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി അരിച്ചെടുക്കണം. വേണേൽ നമുക്ക് ഈ വലിയ തുണിയോ അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അരിച്ചെടുത്തതെന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ. അരിപ്പ ഉപയോഗിച്ച് കേട്ടോ അരിച്ചെടുത്തതാ. ഇങ്ങനെ അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്തു. എന്നിട്ട്
അരച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഉണക്കുമെന്ന് വെച്ചാൽ ഈ പാത്രത്തോട് തന്നെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് വെച്ചാൽ അതിനകത്തെ വെള്ളം പറ്റിപ്പോകാൻ വേണ്ടിയിട്ട് വെച്ചത്. രാവിലെ ഇപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് എടുത്ത് പിന്നെ അങ്ങനെ നമ്മുടെ തേൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, കുപ്പിയിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.